നമസ്കാരം. മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകം നിശ്ചലാവസ്ഥയുടെ മാസ്ക് ധരിച്ചിരുന്ന കോവിഡ് ദിനങ്ങളിലൂടെ കടന്നുപോവുകയും ചരിത്ര പ്രാധാന്യമുള്ള നിർണായക ബില്ലുകൾക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്ത 17ാം പാർലമെൻറ്റ് കാലാവധി അവസാനിപ്പിച്ച് ഫെബ്രുവരി 10-ന് പിരിഞ്ഞു. ചരിത്ര സംഭവങ്ങൾ നിറഞ്ഞാടിയ ഒരു പറ്റം കൂടിച്ചേരലുകൾക്കൊടുവിൽ രാമക്ഷേത്ര നിർമ്മാണം ചരിത്ര നേട്ടമായി അവതരിപ്പിക്കുന്ന പ്രമേയവും UPA സർക്കാരിനെതിരെയുള്ള ധവളപത്രവും പാസാക്കിയാണ് ഇന്നലെ പാർലമെൻറ്റ് പിരിഞ്ഞത്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലേക്കുള്ള പ്രവേശന സമയത്ത് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതിനാൽ പതിവ് ഫോട്ടോ എടുക്കൽ ചടങ്ങുകളൊന്നും തന്നെ ഇന്നലെ ഉണ്ടായിരുന്നില്ല. പൗരത്വ ഭേദഗതി ബില്ല്, മുത്തലാഖ് റദ്ദാക്കൽ, പിന്നീട് പിൻവലിച്ചുവെങ്കിലും അവതരിപ്പിക്കപ്പെട്ട കർഷക ബില്ലുകൾ, കാശ്മീരിന് പ്രത്യേക അധികാരം നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, ബ്രിട്ടീഷ് കാലം മുതൽ തുടർന്നു വന്നിരുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമമായ IPCക്ക് പകരം ഭാരതീയ ന്യായ സംഹിത, ക്രിമിനൽ നടപടിക്രമമായ CRPCക്ക് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, എവിഡൻസ് ആക്ടിന് പകരം ഭാരതീയ സാക്ഷ്യ, വനിതാ സംവരണ ബില്ല് എന്നിങ്ങനെ സഭ സമ്മേളിച്ച 15 വേളകളിലും ഒട്ടേറെ എതിർപ്പുകളും അനുകൂല നിലപാടുകളും അഭിപ്രായങ്ങളുമായി അവതരിച്ച ചരിത്ര മുഹൂർത്തങ്ങളാണ് കടന്നുപോയത്. രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ സംബന്ധിയായ പ്രത്യേക ചർച്ചകൾക്ക് വേണ്ടി ഒരു ദിവസം കൂടി നീട്ടിയില്ലായിരുന്നുവെങ്കിൽ സഭ വെള്ളിയാഴ്ച പിരിയേണ്ടതായിരുന്നു. അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ബജറ്റ് സമ്മേളനത്തിനാകും ഇനി സഭകൾ ചേരുക. ബ്രിട്ടീഷ് കാലയളവിൽ നിർമ്മിച്ച പഴയ മന്ദിരത്തിലും സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷങ്ങൾക്കിപ്പുറം പുതുതായി നിർമ്മിച്ച മന്ദിരത്തിലുമായി വീറും വാശിയോടുമുള്ള വാഗ്വാദങ്ങൾക്ക് വഴിതെളിച്ച ഒട്ടേറെ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലുകൾക്ക് 17ാം പാർലമെൻറ്റ് സാക്ഷ്യം വഹിച്ചു. പരിവർത്തനത്തിൻ്റെ ചരിത്രപാതയിലൂടെ കടന്നുപോയ പാർലമെൻറ്റിൻ്റെ അവസാന ദിനവും ബഹിഷ്കരണങ്ങളും അനുകൂല നിലപാടുകളും നിറഞ്ഞതായിരുന്നു. അധികാര കൈമാറ്റത്തിൻ്റെ അടയാളമായി ബ്രിട്ടീഷ് വൈസ്രോയി ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് കൈമാറിയ ചെങ്കോൽ ആളും ആരവവുമായി കൊണ്ടുവന്ന് സ്പീക്കറുടെ ഇരിപ്പിടത്തിന് സമീപത്ത് സ്ഥാപിച്ചാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരം 2023 മെയ് 28-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. മന്ദിരോദ്ഘാടനത്തിന് രാഷ്ട്രപതിയെ ക്ഷണിക്കാത്തതുൾപ്പെടെ ഒട്ടേറെ ബഹളങ്ങൾക്കും വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഈ നടപടി വിധേയമായെങ്കിലും വിശേഷിച്ച് ഒന്നും സംഭവിക്കാതെ സെപ്റ്റംബർ 19-ന് പുതിയ മന്ദിരത്തിലെ സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. 17ാം ലോക്സഭയിലെ സ്പീക്കർ ഓം ബിർളയുടെ സാന്നിധ്യത്തിൽ കേരളത്തിൽ നിന്നുള്ള MP-മാരായ കൊടിക്കുന്നിൽ സുരേഷും NK പ്രേമചന്ദ്രനും ഉൾപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർമാരുടെ ഒരു പാനലാണ് സഭാ നടപടികൾ നിയന്ത്രിച്ചിരുന്നത്. രാഷ്ട്രപതിയായി ദ്രൗപദി മുർമുവും 14ാമത് ഉപരാഷ്ട്രപതിയായി ജഗ്ദീപ് ധൻഖറും ചുമതലയേറ്റത് ഈ കാലയളവിലാണ്. ചരിത്രത്തിൽ ആദ്യമായി പാർലമെൻറ്റ് ലോഗിൻ പാസ്വേഡ് പങ്കുവച്ചതിൻ്റെ പേരിൽ മഹുവ മൊയ്ത്ര എന്ന തൃണമൂൽ കോൺഗ്രസ് അംഗത്തെ പാർലമെൻറ്റ് എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സഭയിൽ നിന്ന് പുറത്താക്കുന്ന കാഴ്ചയ്ക്കും നാട് സാക്ഷ്യം വഹിച്ചു. കോലാർ പ്രസംഗത്തിൻ്റെ പേരിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കും ലക്ഷദ്വീപ് അംഗം മുഹമ്മദ് ഫൈസലിനും ലോക്സഭാംഗത്വം താൽക്കാലികമായി നഷ്ടപ്പെട്ടിരുന്നു. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി ഭരണപക്ഷം സഭകളിലെത്തിച്ചപ്പോൾ മുമ്പെങ്ങുമില്ലാത്ത വിധം കോലാഹലങ്ങൾക്കും 17ാം ലോക്സഭ വേദിയായി. മികച്ച ഒരു പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ കോൺഗ്രസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന് നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഗുണപരമായ അർത്ഥത്തിൽ കണക്കാക്കേണ്ടതാണ്. ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ ജനോപകാരപ്രദമായ ചർച്ചകളിൽ ഏർപ്പെടുന്നതിന് പകരം പതിവിൽ നിന്ന് വിപരീതമായി പാർലമെൻറ്റ് ബഹിഷ്കരിക്കുന്ന പരിപാടികൾ ഏറ്റവും കൂടുതൽ സംഭവിച്ചതും 2ാം മോദി സർക്കാരിൻ്റെ ഈ കാലഘട്ടത്തിലാണ്. ഇത്തരത്തിൽ അലയടിച്ച പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന പല സംഭവങ്ങളും അരങ്ങേറി. 2001-ലെ മുംബൈ ഭീകര ആക്രമണത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ കഴിഞ്ഞ ഡിസംബർ 13-ന് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ അതിസുരക്ഷാ സന്നാഹങ്ങളെ മറികടന്ന് ലോക്സഭാ ഗാലറിയിൽ പ്രവേശിച്ച് പുക സ്പ്രേ അടിച്ച് പ്രതിഷേധിച്ച അനിതര സാധാരണമായ സംഭവങ്ങളും അരങ്ങേറി. പാർലമെൻറ്റിലെ ഈ സുരക്ഷാ വീഴ്ചയിൽ നിരന്തരം പ്രതിഷേധിച്ച 100ഓളം MP-മാർക്ക് സസ്പെൻഷൻ നടപടികൾ നേരിടേണ്ടി വന്നു. ശിവസേന JDU അംഗങ്ങളെ ഒപ്പം ചേർത്ത് അംഗബലം വർദ്ധിപ്പിച്ച NDA സഖ്യത്തെയും തുടക്കത്തിലേയും കുറവ് അംഗസംഖ്യയോടെയുള്ള പ്രതിപക്ഷത്തെയുമാണ് പാർലമെൻറ്റിൻ്റെ അവസാന നാളുകളിൽ കാണാൻ കഴിഞ്ഞത്. സമ്മേളന ദിനങ്ങളിൽ അവതരിപ്പിക്കാൻ പോകുന്ന ബില്ലുകൾ എന്ത് എന്നതിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്കും ആശങ്കകൾക്കും വഴിയൊരുക്കിയ ചില സഭാ സമ്മേളനങ്ങൾ പ്രത്യേക ശ്രദ്ധ നേടി. ശുഷ്കിച്ച പ്രതിപക്ഷ നിരകൾക്ക് മേൽ അംഗബലം കൊണ്ടും വ്യക്തമായ പ്ലാനിംഗ് കൊണ്ടും ആധിപത്യം സ്ഥാപിക്കുന്ന ഭരണകക്ഷി നിരയെയാണ് പലപ്പോഴും പാർലമെൻറ്റ് കണ്ടത്. 3ാം തവണയും ഭരണത്തിൽ വരും എന്ന് ആവർത്തിച്ച് ഊന്നിപ്പറയുകയും പ്രതിപക്ഷ നിരയ്ക്കു നേരെ പരിഹാസശരങ്ങൾ എയ്ത് മുന്നേറുകയും ചെയ്യുന്ന മോദി എന്ന നേതാവിൻ്റെ ഒറ്റയാൾ പ്രകടനങ്ങൾക്ക് മുന്നിൽ പതറുന്ന പ്രതിപക്ഷം കഴിഞ്ഞ പാർലമെൻറ്റിലെ സ്ഥിരം കാഴ്ചയായി മാറി.
ഉത്തരവാദിത്ത ബോധത്തോടെ പാർലമെൻറ്റ് നടപടിയിൽ പങ്കെടുക്കുന്ന ചുരുക്കം ചില നേതാക്കൾ ഒഴികെ സർക്കാർ എന്നത് ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന പ്രതിപക്ഷവും കൂടിയാണ് എന്നത് മറന്നു പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ നിരയായിരുന്നു 17ാം ലോക്സഭയുടെ ഏക അപര്യാപ്തത.